കാസർഗോഡ് അനന്തപുരം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ റെഡ് ഫോർട്ട് പടക്കനിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ ഉടമയ്ക്കെതിരെ കേസെടുത്തു. സ്ഫോടനത്തിൽ പടക്കനിർമ്മാണശാലയിലെ മിക്സിംഗ് യൂണിറ്റ് ഷെഡ് പൂർണ്ണമായും തകരുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ, അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഗോൾഡ് കിങ് ഉണ്ട്. ഗോൾഡ് കിങ്, ദ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി. മെയിൻ ജംഗ്ഷൻ, ഉപ്പള. അനന്തപുരം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ റെഡ് ഫോർട്ട് പടക്കനിർമ്മാണശാലയിൽ തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെയാണ് വൻ സ്ഫോടനമുണ്ടായത്. പുറത്ത് കൂട്ടിയിട്ട മാലിന്യത്തിൽ നിന്നും തീ പടർന്നതാണ് സ്ഫോടനത്തിന് കാരണമായതെന്ന് കരുതുന്നു. അപകടം നടന്ന ഒരു ഷെഡിലും പ്രാഥമിക അഗ്നിരക്ഷാ ഉപകരണമായ ഫയർ എക്സ്റ്റിംഗ്വിഷറുകൾ ഉണ്ടായിരുന്നില്ല. കൂടാതെ അഗ്നിരക്ഷാ വകുപ്പിന്റെ NOC ഇല്ലാതെയാണ് ഈ പടക്കനിർമ്മാണശാല പ്രവർത്തിച്ചിരുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. എത്രത്തോളം വെടിമരുന്ന് ഇവിടെ സൂക്ഷിച്ചിരുന്നു എന്നതിന്റെ കൃത്യമായ കണക്കുകൾ ലഭ്യമായിട്ടില്ല. പടക്കനിർമ്മാണശാലയിലെ മിക്സിംഗ് യൂണിറ്റ് ഷെഡ് സ്ഫോടനത്തിൽ പൂർണ്ണമായും തകരുകയും അപകടത്തിൽ 2 തൊഴിലാളികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ജോലിയിലേർപ്പെട്ടിരുന്ന ശിവകാശി സ്വദേശികളായ ശങ്കർ, കറുപ്പസ്വാമി എന്നിവർക്കാണ് പരിക്കേറ്റത്. സ്ഫോടനമുണ്ടായ ഉടൻ ഇവർ പുറത്തേക്ക് ചാടിയതിനാൽ പരിക്ക് ഗുരുതരമല്ല. ജില്ലാ ഫയർ ഓഫീസർ മൂസ വടക്കേതിലിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ്, ഉപ്പള നിലയങ്ങളിൽ നിന്നെത്തിയ 4 യൂണിറ്റ് അഗ്നിരക്ഷാ സേനയാണ് തീയണച്ചത്. മിക്സിംഗ് യൂണിറ്റ്, അസംസ്കൃത വസ്തുക്കളുടെ സംഭരണ കേന്ദ്രം, ഫിനിഷിംഗ് ഷെഡ് തുടങ്ങി 25ഓളം ഷെഡുകളാണ് ഈ നിർമ്മാണശാലയിലുള്ളത്. സ്ഫോടനത്തിൽ ഉടമയ്ക്കെതിരെ പോലീസ് കേസെടുക്കുകയും വിശദമായ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കുമ്പള.